2 വർഷങ്ങൾ നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ ഇസ്രയേലും ഹമാസും സമാധാന പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിൽ ഒപ്പുവെച്ചുവെന്നും ചർച്ച വിജയിച്ചുവെന്നുമുള്ള അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഈ ധാരണ പ്രകാരം ബന്ദികളെയെല്ലാം ഹമാസ് ഉടൻ മോചിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവെച്ചതായി ട്രംപ് അറിയിച്ചത്. ഒക്ടോബർ 7 മുതലുള്ള ഏറ്റവും ഒടുവിലത്തെ ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൻ്റെ 2ാം വാർഷികം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്ത് വരുന്നത്. എല്ലാ ബന്ദികളെയും വളരെ വേഗം മോചിപ്പിക്കുമെന്നും സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാണിതെന്നും ഇസ്രയേൽ വെടിനിർത്തൽ എത്രയും വേഗം നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രയേലിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇതൊരു മഹത്തായ ദിവസമാണ്. ഈ ചരിത്ര നിമിഷം സാധ്യമാക്കാൻ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളും മറ്റും വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലെവിറ്റ് പറഞ്ഞു. ഇന്ന് രാവിലെ പതിവ് പോലെ വാഷിംഗ്ടൺ DC-യിലെ വാൾട്ടർ റീഡ് മെഡിക്കൽ സെൻ്ററിൽ ട്രംപ് വാർഷിക യോഗത്തിൽ പങ്കെടുക്കുമെന്നും കരോലിൻ ലെവിറ്റ് പറഞ്ഞു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ നടക്കുകയാണ്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ ഈജിപ്തിൻ്റെ ഇൻ്റലിജൻസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും കരാറിൽ ഒപ്പുവെക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടാതെ ഇന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച ഗാസ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടം അംഗീകരിച്ചതിന് പിന്നാലെ ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായതായി ഹമാസും അറിയിച്ചു. ഇസ്രയേലിൽ തടവിൽ കഴിയുന്ന 2000 പലസ്തീനിയൻ തടവുകാർക്ക് പകരം ഗാസയിലുള്ള 20 ഇസ്രയേൽ ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250 പലസ്തീനികളെയും ആക്രമണം ആരംഭിച്ചത് മുതൽ ഇസ്രയേൽ തടവിലാക്കിയ 1700 പേരെയും വിട്ടയക്കാനാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ കൈമാറ്റം നടക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഗാസയിൽ നിന്നുള്ള ബന്ദികളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലും ഹമാസും കരാർ അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നെന്നും ഇസ്രയേൽ സൈന്യം എക്സിലൂടെ അറിയിച്ചു. ഈജിപ്തിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയുടെ 3ാം ദിവസമായ ഇന്നലെയായിരുന്നു വെടിനിർത്തലും ബന്ദിമോചനവും ഉൾപ്പെടുന്ന കരാറിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഹമാസും ഇസ്രയേലും ഒപ്പുവെച്ചത്. ഇസ്രയേൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്ന് ട്രംപ് അടക്കമുള്ളവർ ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു. കരാർ ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കും, അധിനിവേശ സേനയുടെ പൂർണ്ണമായ പിൻവാങ്ങൽ ഉറപ്പാക്കും, മാനുഷിക സഹായങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കും, ജയിൽ തടവുകാരെ കൈമാറും. ഗാസയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ധൈര്യവും വീര്യവും പ്രകടിപ്പിച്ചു. സ്വാതന്ത്ര്യം, സ്വയം നിർണയാവകാശം എന്നിവ കൈവരിക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങളെ കൈവിടില്ല എന്നും ഹമാസ് പറയുന്നു.